ഒരു ചുമട് തുണിയെല്ലാം കൂടെ വാരിയിട്ടേക്കെന്ന് കണ്ടിട്ട് ഞാൻ ഇനി വല്ല അലക്ക് കമ്പനിയും തുടങ്ങിയോന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള ആകെ ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ ഈ തുണിയെല്ലാം ഒന്ന് അലക്കി എടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ടെൻഷനേ ഇല്ല. പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ബുൾസൈ ആയെന്ന് ചോദിച്ചാൽ മതി, അതുപോലെ വെയിലുണ്ട്. അതുകൊണ്ട് തുണി ഉണങ്ങുമോ എന്നുള്ള ടെൻഷനും ഇല്ല കേട്ടോ. ഇവിടുത്തെ തുണിയെല്ലാം ഒന്ന് കുടഞ്ഞു വാങ്ങിട്ട് മെഷീനിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ വല്ല കമ്പിപ്പാരെ വെട്ടുകത്തൊക്കെ പിള്ളേരെ തുണിക്കകത്ത് ഒളിപ്പിച്ച് വെക്കുവേ. എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ പിണങ്ങിപ്പോയ പുട്ടിന് അമ്മ വേണ്ട വീണ്ടും വിളിച്ച് വീട്ടിൽ കയറ്റിട്ടുണ്ടേ. എന്നാ പിന്നെ പുട്ട് അവിടെ ഇരിക്കട്ടെ, ആദ്യം ഇച്ചിരി കട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞ് കുടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് അമ്മ പഞ്ചസാര ഇട്ടിട്ടില്ല. ഉള്ള ഗുളിയും മരുന്നും എല്ലാം കൂടെ കഴിച്ച് വായെല്ലാം കൂടെ പാവയ്ക്കാത്തോട്ടം കണക്ക് ഭയങ്കര കയ്പാണ്. അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കുടിക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ പുട്ടും പഴവും കൂടെ കൂട്ടി കുഴച്ച് മാക്ക് അടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ തുണി എല്ലാം അലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് പുറത്തേക്ക് വിരിക്കണം കേട്ടോ. നമ്മുടെ ജെയിംസ് കിങ് ഏട്ടൻ ഈ വാഷിംഗ് മെഷീൻ എല്ലാം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ലേ. വീട്ടിൽ നിന്ന് 2-3 ദിവസം മാറിയെന്നാല് വീട്ടിലുള്ള പയറും പരിപ്പും കടലയെല്ലാം എലി കടിച്ച് നശിപ്പിക്കുമല്ലോ എന്നൊരു സമാധാനക്കേടുണ്ട്. ഇപ്രാവശ്യം ഈ ഡിസ്പെൻസർ ഉള്ളതുകൊണ്ട് ആ ഒരു സമാധാനക്കേടില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ ഡിസ്പെൻസറിന് നല്ല ഓഫർ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാവേ. ഉച്ചത്തേക്ക് കഴിക്കാൻ അമ്മതേ നല്ല ചൂട് ചമ്പാവരി ചോറിന്റെ കഞ്ഞിയല്ല ചമ്പാവരിയുടെ കഞ്ഞിയും നല്ല ചെറുപയർ തോരനും ഉണ്ടാക്കിയിട്ടുണ്ടേ. 3-4 ദിവസം എവിടെയെങ്കിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ പറമ്പെല്ലാം ചുറ്റി നടന്ന് ഒന്ന് കറങ്ങി നടക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ ലൂബിക്ക് എല്ലാം ചെറുതായിട്ട് പഴുത്ത് വരുന്നുണ്ട്. ഇനി ഇതിപ്പോ എല്ലാം വവ്വാൽ അടിച്ചോണ്ട് പോവേ. ലൂബിക്ക് കണ്ടു കഴിഞ്ഞാൽ എന്റെ പറമ്പിലുള്ള വവ്വാലിനെക്കാളും സന്തോഷമാണ് എന്റെ വീട്ടിൽ ചെയ്തുട്ടി കേട്ടോ. വാ മുഴുവനും ഭയങ്കര കയ്പായുണ്ട്. എന്നാ പിന്നെ ലൂബിക്ക് കഴിക്കാൻ വെച്ചപ്പോൾ അതിനാണെങ്കിൽ കൊടുക്കരുത് പുളിയും. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.